ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിക്കുന്നു, അതിനെ അനുഭവിക്കുന്നു. ആ അനുഭൂതി കഴിഞ്ഞ 68 ദിവസങ്ങളിലായി നമ്മളിൽ ചേർന്നു നിൽക്കുന്നു. ഇന്ന് 69ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 7ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, തുടർന്ന് അതിൻ്റെ പരിഭാഷയായ ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാം സാന്ദ്രാനന്ദഝരീച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. വിഭോ ജഗദ്ഭ്യാ ബഹി ഭാതേ യത്ര മായാ കദാപി നോ വികുരുതേ ശോക ക്രോധ വിമോഹ സാധ്വസമുഖാഃ ഭാവാഃ തു ദൂരം ഗതാ പരമജ്യോതിപ്രകാശാത്മകേ യത്ര സാന്ദ്രാനന്ദഝരീച വിഭാവിതം തത് വൈകുണ്ഠരൂപം
തേ ധാമ വിജയത്തെ. വിഭോ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ, വൈകുണ്ഠമൂർത്തെ. ജഗദ്ഭ്യാ ബഹി ഭാതേ, മൂന്ന് ലോകങ്ങളുടെയെല്ലാം പുറത്ത് വിളങ്ങുന്ന യത്ര, ആ സ്ഥലത്ത്, ഈ വൈകുണ്ഠലോകത്ത്, മായ കദാപി നോ വികുരുത്തെ, മായ ഒരിക്കലും ആ ഭേദഭാവം ഉണ്ടാക്കുന്നില്ല. അദ്വൈതമായ അവസ്ഥയാണ് വൈകുണ്ഠത്തിൽ. മായ ഇല്ലാത്തതുകൊണ്ട് ദ്വൈതം അനുഭവപ്പെടുന്നില്ല, ഭേദബോധം ഉണ്ടാവുന്നില്ല. ശോക ക്രോധ വിമോഹ സാധ്വസമുഖ ഭാവ തു ദൂരം ഗത. ദുഃഖം, അതേപോലെ ക്രോധം, ദേഷ്യം, വിമോഹം, മൗഢ്യം, ഭയം തുടങ്ങിയ മനോഭാവങ്ങൾ ഒന്നും തന്നെ, അതൊക്കെ തന്നെ ദൂരം ഗത, അങ്ങ് അകലെ ദൂരേക്ക് ഒഴിഞ്ഞു പോയിരിക്കണു. അവിടെ മായയില്ല. അതുകൊണ്ട് തന്നെ ശോകം, ക്രോധം, മൗഢ്യം, ഭയം ഇതൊന്നും തന്നെ അവിടെയില്ല. പിന്നെയോ അവിടെ എന്താ ഉള്ളത്? പരമജ്യോതി പ്രകാശാത്മകേ, മഹാതേജപ്രകാശസ്വരൂപമായിരിക്കുന്ന ആ പ്രദേശത്ത് യത്ര സാന്ദ്രാനന്ദ പരമാനന്ദ പ്രവാഹം ഉണ്ട് എന്ന്. വിഭാവിതം തത് വൈകുണ്ഠരൂപം, ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത വൈകുണ്ഠമെന്ന തേ ധാമ, അവിടുത്തെ ധാമം, അവിടുത്തെ ആ വാസസ്ഥലം, അത് വിജയത്തെ, വിജയിക്കട്ടെ എന്നാണ്. അപ്പോ അഹങ്കാരത്തിന് കാരണമാകുന്ന മായാകാര്യങ്ങളോ മനോവികാരങ്ങളാകുന്ന ശോക ക്രോധാദികളോ ഇല്ലാത്ത ലോകം ആണ് വൈകുണ്ഠം. സൂര്യൻ പോലും മങ്ങുന്ന തരത്തിൽ, സൂര്യനേക്കാൾ പ്രഭയാണ് അവിടെ ആ സ്ഥലത്ത്. ജ്യോതി, പരമജ്യോതി പ്രകാശാത്മകേ എന്നാ പറഞ്ഞത്. അപ്പോ തേജോമയമാണ് ആ ലോകം, പരമാനന്ദമയമാണ് ആ ലോകം. ഇങ്ങനൊരു ലോകം വേറെയില്ല. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തിൽ വൈകുണ്ഠമേകാത്ഭുതം എന്ന് പറഞ്ഞത്. ഒരേ ഒരു അത്ഭുതം, വേറൊന്നും അതുപോലെ ഇല്ല. ആ ലോകം മറ്റു ലോകങ്ങളെ മുഴുവൻ ജയിക്കുന്നു, അതിനേക്കാളൊക്കെ മുകളിലാണ്. സപ്താത്ഭുതങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തില്. ഇവിടെ ഏകാത്ഭുതം. അപ്പൊ ഏകാത്ഭുതം ഏതാണ്? അത് വൈകുണ്ഠലോകമാണ്. മറ്റൊരു ലോകവും അതിന് തുല്യമായിട്ട് ഇല്ല. അങ്ങനെയുള്ള ആ വൈകുണ്ഠലോകം വിജയിക്കട്ടെ. അത് എല്ലാത്തിനെയും എല്ലാത്തിൻ്റെയും മുകളിലാണ് എന്ന് പറയുന്നു. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോക ക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാം സാന്ദ്രാനന്ദഝരീ ചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ശ്രീഹരിയ പരിഭാഷ. നാരായണ 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 നാരദാദി സ്തുതിക്കുന്ന ശ്രീവാസുദേവ. ലോകങ്ങൾക്കുമപ്പുറത്തു വിളങ്ങുന്ന വൈകുണ്ഠത്തിൽ ദുഃഖം, കോപം, മൗഢ്യം, ഭയം എന്നിവയില്ല. മഹാതേജപ്രകാശമാം അവിടുത്തെ വാസസ്ഥലം ബ്രഹ്മദേവൻ അവിടുന്നു കാട്ടിക്കൊടുത്തു. നാരായണ 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 നാരായണീയ മധുരം
സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.